നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി എന്ന രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും വൃത്തിയായി അറിയാം. പ്രത്യേകിച്ച് ഒരു മുസ്ലിം രാജ്യമാണ്, സ്ത്രീകൾക്ക് അധികം ഫ്രീഡം ഒന്നും ഇല്ലാത്ത ഒരു രാജ്യം. എന്നാൽ സൗദി എന്തായാലും അടുത്ത കുറച്ച് മാറ്റത്തിന് ഒരുങ്ങി കഴിഞ്ഞു എന്നുള്ള സൂചനകളാണ് നമ്മൾക്ക് ദിനം പ്രതി കേൾക്കാനാകുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഏറെ ആശ്വാസമാവുകയാണ് സൗദി. ഇപ്പോൾ സൗദിയെ സംബന്ധിച്ചിടത്തോളം പർദ്ദ ധരിക്കാതെ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഒരു മാറ്റത്തിന് വരെ, അതായത് വിദേശ വനിതകൾക്ക് പർദ്ദ ധരിക്കാതെ സൗദിയിൽ യാത്ര ചെയ്യാം അല്ലെങ്കിൽ സൗദിയിലൂടെ ചുറ്റി സഞ്ചരിക്കാം എന്നുള്ള തീരുമാനങ്ങളൊക്കെ സൗദി എടുത്തിരുന്നു. അത് മാത്രമല്ല, സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകുവാനും തനിച്ച് യാത്ര ചെയ്യുവാനും മറ്റും സൗദി പെർമിഷൻ നൽകിയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ സൗദിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി സ്ത്രീകൾക്കായി മറ്റൊരു വമ്പൻ പദ്ധതി ഒരുങ്ങിയിരിക്കുകയാണ്. ആ വാർത്തയിലേക്ക്. സൗദിയിലെ വനിതകൾക്കും സൈന്യത്തിൽ ചേരാൻ അനുമതി നൽകുന്നു എന്നുള്ളതാണ് ആ വാർത്ത. സൗദി സൈന്യത്തിൽ ആദ്യമായാണ് വനിതകൾ സൈനികരാകാനായി എത്തുന്നത്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായാണ് ഈ പുതിയ തീരുമാനം എന്നാണ് അറിയാൻ കഴിയുന്നത്. കര, നാവിക, വ്യോമ പ്രതിരോധ, മിസൈൽ സേനകളിലും സൈനിക മെഡിക്കൽ മേഖലയിലും സ്വകാര്യ സൈനികർ മുതൽ സർജന്റ് വരെയുള്ള തസ്തികകളിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തുന്നതിന് സൗദി പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയതായി ഒരു പ്രമുഖ പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ മേഖലയിലേക്കുള്ള സ്ത്രീകളുടെ പ്രവേശനം ശരിയായ ദിശയിലേക്കുള്ള ഒരു സുപ്രധാന നടപടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ വർഷം മയക്കുമരുന്ന് വിരുദ്ധ പോരാട്ടം, ജയിലുകൾ, കുറ്റാന്വേഷണം എന്നിവ ഉൾപ്പെടെയുള്ള സുരക്ഷാ സേവനങ്ങളിൽ ജോലിക്ക് ചേരുവാൻ സൗദി സ്ത്രീകളെ അനുവദിക്കുകയും ചെയ്തിരുന്നു. സ്ത്രീകൾക്കായി അപൂർവമായ സാമൂഹ്യ സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് സമീപ വർഷങ്ങളിൽ സൗദി കൈക്കൊണ്ടത്. പതിറ്റാണ്ടുകൾ നീണ്ട നിരോധനം പിൻവലിച്ച് കഴിഞ്ഞ വർഷം സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭ്യമാക്കുകയും കാർ ഓടിക്കാൻ അനുമതി നൽകുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ പിതാവിന്റെയോ ഭർത്താവിന്റെയോ അനുമതിയില്ലാതെ സ്ത്രീകൾക്ക് തനിച്ച് യാത്ര ചെയ്യുവാനും പാസ്പോർട്ടിന് അപേക്ഷിക്കാനും വരെ സൗദി അനുമതി നൽകിയിരുന്നു. സൗദി അറേബ്യയിലെ സ്ത്രീകൾക്ക് സായുധ സേനയിൽ ചേരാൻ അവസരം നൽകിയിരുന്നുവെങ്കിലും മുതിർന്ന റാങ്കുകളിലേക്ക് ഇവരെ പരിഗണിക്കുന്നത് ഇത് ആദ്യമായിട്ടാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു പുതിയ നിയമനത്തിലൂടെ ഒരു പൗരനെന്ന നിലയിലുള്ള സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും അവരുടെ കഴിവുകളെ പിന്തുണയ്ക്കുകയുമാണ് ചെയ്യുന്നതെന്നും അത് സ്വാഭാവികമായും സ്ത്രീകൾ പുതിയ മേഖലകളിലേക്ക് പ്രവേശിക്കുന്നതിന് സഹായകരമാകുമെന്നും ഇവർ പറയുന്നു. ഷൂറ കൗൺസിൽ അംഗം ഹായ അൽ മുനി ആണ് ഇത് പറഞ്ഞത്. ഇത് സ്ത്രീ പുരുഷ തുല്യത എന്ന ഒരു ദേശീയ വിശ്വാസത്തിന്റെ പ്രതിഫലനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. പുതിയ നിയമപ്രകാരം റോയൽ സൗദി ഫോഴ്സ്, റോയൽ സൗദി അറേബ്യൻ നേവി, റോയൽ സൗദി എയർഫോഴ്സ്, ഡിഫൻസ് ഫോഴ്സ്, റോയൽ സൗദി സ്ട്രാറ്റജിക് മിസൈൽ ഫോഴ്സ്, സായുധ സേന, മെഡിക്കൽ സർവീസ് എന്നിവിടങ്ങളിലെ ലാൻഡ് കോർപ്പറേറ്റുകൾ, സർജൻസ്, സ്റ്റാഫ് സർജൻസുകൾ എന്നീ തസ്തികകളിൽ സ്ത്രീകൾക്കും ജോലി ചെയ്യാമെന്ന പ്രത്യേകതയുമുണ്ട്. ഈ പ്രഖ്യാപനത്തിന് മുമ്പ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് നാർക്കോട്ടിക്സ്, ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പ്രിസൺസ്, എവിഡൻസ്, കസ്റ്റംസ് എന്നിവയുൾപ്പെടെയുള്ള പൊതുസുരക്ഷാ വിഭാഗങ്ങളുടെ മുൻനിരയിൽ പ്രവർത്തിക്കുവാൻ സൗദി അവസരം നൽകിയിരുന്നു. എന്തായാലും സൗദിയിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമാകുന്ന ഒരു വാർത്ത കൂടിയാണ് ഇത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.